ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 23, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത്. സ്വീഡനിലെ രാജകുടുംബത്തിലെ അംഗവും ഉപ്ലൻഡിലെ ഗവർണറുമായിരുന്ന ബെർജറ്റ് പേഴ്സണിന്റെ മകളായിരുന്നു സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത്. സ്വീഡനിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്നു പേഴ്സൺ. ബ്രിജിത്തിന്റെ അമ്മ ഗോത്ത് രാജവംശത്തിൽ നിന്നുള്ളവളായിരുന്നു. അവർ വലിയ ഭക്തിയും ദാനധർമ്മം ഏറ്റവും മഹത്തരമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചവളുമായിരുന്നു. ബ്രിജിത്ത് ആദ്യമായി സംസാരിച്ചു തുടങ്ങിയത് അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ്. അവളുടെ ആദ്യ വാക്കുകൾ യേശു, മറിയം എന്നിങ്ങനെയായിരുന്നു. ബ്രിജിത്ത് വളരെ അച്ചടക്കമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആരോടും വഴക്കിടാനോ കലഹിക്കാനോ അവൾ പോകില്ല. എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കും. 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൾക്ക് ക്രൂശിതനായ യേശുവിന്റെ ദർശനമുണ്ടായി. യേശുവിന്റെ തിരുമുറിവുകളും മുൾമുടിയും ഒക്കെ കണ്ടപ്പോൾ അവൾ ദുഃഖിതയായി. മനുഷ്യരാശിക്ക് വേണ്ടി ഈ വേദനകളൊക്കെയും സഹിച്ച യേശുവിനു വേണ്ടി താനും ജീവിക്കുമെന്ന് അവൾ ശപഥം ചെയ്തു. ബ്രിജിറ്റിന് 12 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. ഭക്തിയായ ഒരു അമ്മായിക്കൊപ്പമാണ് അവൾ പിന്നീട് ജീവിച്ചത്. തൊട്ടടുത്ത വർഷം പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഉൾഫോ രാജകുമാരനെ വിവാഹം ചെയ്തു. 8 മക്കൾ ഉണ്ടാകുന്നതുവരെ അവർ ഒന്നിച്ചു ജീവിച്ചു. ഇവരുടെ മക്കളിൽ ഒരാളായ കാതറീനും പിന്നീട് വിശുദ്ധരായി. എന്നാൽ മറ്റു ചില മക്കൾ ദൈവവിശ്വാസം ഇല്ലാത്തവരായാണ് വളർന്നു വന്നത്. ഇനിയുള്ള കാലം യേശുവിനു വേണ്ടി സന്യാസികളെ പോലെ ജീവിക്കാൻ ആ ദമ്പതികൾ തീരുമാനിച്ചു. തീർത്ഥയാത്രകൾ ചെയ്തു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകി. ഭർത്താവ് മരിച്ച ശേഷം പിന്നീടുള്ള 25 വർഷക്കാലം വിശുദ്ധ ബ്രിജിത്ത് മകൾ കാതറിനൊപ്പം റോം കേന്ദ്രമാക്കി പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ഇതിനിടയ്ക്ക് ജെറുസലേം അടക്കമുള്ള പല വിശുദ്ധ നഗരങ്ങളും സന്ദർശിച്ചു. റോമിലുള്ള സമയത്ത് അവർ പ്രാർത്ഥനയും ഉപവാസത്തിനും ഏറെ സമയം നീക്കിവെച്ചു. പാവങ്ങളോടൊത്ത് ജീവിച്ചു. അവർക്ക് വേണ്ടി ജോലി ചെയ്തു. ആയിരക്കണക്കിന് ആളുകളെ യേശുവിലേക്ക് അടുപ്പിക്കാനും അമ്മയ്ക്കും മകൾക്കും കഴിഞ്ഞു. വിശുദ്ധ ബ്രിജിത്ത് മരിച്ചതോടെ കാതറിൻ സ്വീഡനിലേക്ക് പോയി. അവിടെ തന്റെ അമ്മ തന്നെ സ്ഥാപിച്ച വാഡ്സ്റ്റനോ മഠത്തിൽ ബ്രിജിറ്റിന്റെ ശവസംസ്കാരം നടത്തി. പിന്നീട് ആ മഠത്തിന്റെ ചുമതല വഹിച്ചു അവിടെ തന്നെ കഴിഞ്ഞു. കാതറിന്റെയും ബ്രിജിറ്റിന്റെയും നാമത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. 1391 പോപ്പ് ബോണിഫേസ് 9 അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.